രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് തീപിടിച്ച സംഭവത്തിൽ മരണം 20ആയി. ജോധ്പൂരിലേക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ദൃശ്യങ്ങൾ കാണാം. വിസ്മയ പ്രകാശാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിസ്മയ, 57 യാത്രക്കാരുണ്ടായിരുന്നു ഈ ഒരു ബസ്സിൽ. അത് പിന്നീട് മരണസംഖ്യ വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. എന്താണ് ഇതിനെ ഈ ഒരു തീപിടുത്തം ഉണ്ടാകാനുള്ള കാരണം എന്നുള്ളത് നമുക്ക് പൂർണ്ണമായും അത് വ്യക്തമായിട്ടില്ല. ഇതിനെ സംബന്ധിച്ച് കൃത്യമായ നടപടികളൊക്കെ അല്ലെങ്കിൽ ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം അടക്കം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വിസ്മയ കൂടുതൽ വിവരങ്ങൾ? ഇപ്പോഴത്തെ നിലവിലെ ഈ യാത്രക്കാരുടെ, ഈ അപകടത്തിൽപ്പെട്ട യാത്രക്കാരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയാണ്? കാളിദാസൻ, രാജസ്ഥാനിലെ ജയ്സാൽമീർ ജോധ്പൂർ ഹൈവേയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ തന്നെ വളരെ ഒരു സങ്കടപ്പെടുന്നൊരു വാർത്ത, അല്ലെങ്കിൽ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതായത് 20 പേരാണ് ഇത്തരത്തിൽ ഈ ഒരു ബസ് തീ പിടിച്ചുകൊണ്ട് മരിച്ചിരിക്കുന്നത്. എന്തായാലും ഓടിക്കൊണ്ടിരുന്ന ബസ്സിനാണ് തീ പിടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ആ ബസ് നിർത്തി ഒന്ന് ഇറങ്ങാനുള്ള ഒരു സാഹചര്യമോ ഉണ്ടായിരുന്നില്ല. കാളിദാസൻ പറഞ്ഞ പോലെ തന്നെ 57 യാത്രക്കാരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. അതിൽ 20 പേരാണ് ഇപ്പോൾ തീ പിടിച്ച് ഈ ഒരു തീപിടുത്തത്തിൽ മരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം ഷോർട്ട് സർക്യൂട്ടാണ് ഈ ഒരു തീപിടുത്തത്തിന് കാരണമെന്നാണ്. അതായത് ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൻ്റെ അടിയിൽ നിന്ന് ഈ ഒരു പുകയും തീയും ഉയരുകയായിരുന്നു. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് ആയതിനാൽ തന്നെ പെട്ടെന്ന് ആൾക്കാരുടെ ശ്രദ്ധയിൽ പെട്ട് കാണില്ല ഈ ഒരു തീ പടരുന്ന സംഭവം. അങ്ങനെ ഈ തീ ആളിക്കത്തുകയായിരുന്നു. അതിനുശേഷം തന്നെ തീ ആളിക്കത്തി ഈ ഒരു രക്ഷപ്പെടാനുള്ളൊരു അവസരം അല്ലെങ്കിൽ ആ ഒരു രക്ഷപ്പെടാനുള്ള ഒരു സമയം ആർക്കും ലഭിച്ചിരുന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ ആവണം ഈ ഒരു 20 യാത്രക്കാർ ആ ഒരു ബസ്സിൽ പെട്ടുപോയിരിക്കുന്നത്. എന്തായാലും അതിൽ മറ്റൊരു ആശ്വാസകരമായ ഒരു വിവരം എന്ന് പറയുന്ന 57 യാത്രക്കാരിൽ 20 പേര് ആണ് അതിൽ 20 പേരാണ് മരിച്ചിരിക്കുന്നത്. എന്നാലും 57 യാത്രക്കാരിൽ മറ്റുള്ളവർ രക്ഷപ്പെട്ടു. അതിൽ തന്നെ 16 പേർക്കാണ് നിലവിൽ പരിക്ക് പറ്റിയിരിക്കുന്നത്. എന്തായാലും 20 യാത്രക്കാർ മരിച്ചു എന്ന് പറയുന്നത് തന്നെ അതീവ ദുഃഖകരമായൊരു വാർത്ത തന്നെയാണ്. ഇതിൽ ഈ ഒരു രക്ഷാപ്രവർത്തനം ഈ പുലർച്ചയോടെയാണ് ഈ ഒരു ഇന്നലെ വൈകിട്ടാണ് ഈ ബസ് യാത്ര തുടരുന്നത്. പിന്നീട് പുലർച്ചയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. അതിൽ തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയതായി പോലീസ് പറഞ്ഞിട്ടുണ്ട്. ചൊവ്വാഴ്ച, അതായത് ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു ഈ ഒരു ബസ് യാത്ര ആരംഭിച്ചിരുന്നത്. അതിനുശേഷം 20 കിലോമീറ്റർ സഞ്ചരിച്ചപ്പോൾ തന്നെ ഏകദേശം ഈ ഒരു ബസ്സിൻ്റെ പിന്നിൽ നിന്ന് ഒരു തീയും പുകയും ഉയർന്നിരുന്നു. അങ്ങനെയാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടാവുകയും അതിനുശേഷമുള്ള കാര്യങ്ങൾ ഉണ്ടായത്. അതുപോലെ തന്നെ ഈ ഒരു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട്, ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു ദുഃഖകരമായ ഒരു സംഭവത്തിൽ ഈ രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ളവർ അനുശോചിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ഒരു ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്ക് മുന്നിൽ രാവിലെ തന്നെ വന്നിരിക്കുന്നത്. 20 പേരാണ് ഇത്തരത്തിലൊരു ബസ് തീപിടുത്തത്തിൽ മരിച്ചിരിക്കുന്നത്. കാളിദാസൻ. ശരി, വിസ്മയ പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.